ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിൽ നമ്പർ 4 എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടും എഗ്ഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 3 മുട്ട പൊട്ടിച്ചതാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുട്ടയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കുക. നമ്മുടെ സാധാരണ മുട്ടയൊക്കെ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുന്നതിന് അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഉള്ളിത്തണ്ടുണ്ടല്ലോ, ആ ഉള്ളിയുടെ ഇത് മാത്രം ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കവും കുറച്ച് ബീൻസും കുറച്ച് ക്യാബേജുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ നല്ലത്. അപ്പോൾ അതാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മുട്ട ചിക്കിയതും കൂടി ചേർത്ത് ആ ചോറ് 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കുറച്ച് സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ പച്ചക്കറി ഒന്നും ഓവറായിട്ട് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സോസിൻ്റെയൊക്കെ ഒരു ഇത് മാറുന്നിടം വരെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സാധനമാണെന്നാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ എഗ്ഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.